മൈസൂരിലുള്ള ഗുരു സ്വീറ്റ് മാർട്ടിൻ്റെ മുമ്പിലുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തിനാ ഇത്രയും ആൾക്കാർ ഇവിടെ തടിച്ചുകൂടിയെന്ന് വെച്ചാൽ നല്ല അടിപൊളി സ്വീറ്റ്സ് കിട്ടും ഇവിടെ. അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് കേട്ടോ മൈസൂർ. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ക്യൂ ഒക്കെ നിന്നിട്ട് വേണം ഇവിടുന്ന് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. 250 ഗ്രാംസ് മുതൽ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ മൈസൂർ പാക്ക് ഭയങ്കര ഫേമസ് ആണ്. വന്ന മിക്ക ആൾക്കാരും അത് തന്നെയാണ് കേട്ടോ കൂടുതലും വാങ്ങിക്കുന്നത്. അങ്ങനെ ഒടുവിൽ എനിക്കും കിട്ടി സാധനം. മൈസൂർ പാക്ക് കൂടാണ്ട് കുറച്ച് മിക്സ്ഡ് സ്വീറ്റ്സും വാങ്ങിച്ചു. ഈ ബോക്സ് കണ്ട് ഞെട്ടേണ്ട, ഇത് വാങ്ങിയപ്പം തൊട്ട് നുള്ളിപ്പറിക്ക് തിന്നാൻ തുടങ്ങിയതാ. പിന്നെ നമ്മുടെ മൈസൂർ പാക്ക് ഒരു ബ്ലോക്കായിട്ടാണ് വരുന്നത്. ഈ ഒരു ചെറിയ പീസ് കണ്ടോ, അത് സ്വീറ്റ് ബോക്സിൽ വരുന്നത് ഒരു കഷ്ണം. അതുകൂടാണ്ട് നമുക്കിതുപോലെ 250 ഗ്രാമിൻ്റെ ഒരു വലിയ ബ്ലോക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ തലേന്ന് ഞാൻ ഈ സ്പോട്ടിൽ പോയപ്പോൾ ഭയങ്കര തിരക്കും പിന്നെ പാർക്കിങ്ങും കിട്ടാണ്ട് നിന്നുകൊണ്ട് നന്ദിനിയുടെ ഔട്ട്ലെറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ മിൽമ എന്ന് പറയുന്ന പോലെ കർണാടകയിൽ നന്ദിനി ഔട്ട്ലെറ്റ്സ് ഉണ്ട് കുറേ. അവിടുന്ന് ഞാൻ മൈസൂർ പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതിതാണ്. എന്നാൽ ഞാനിത് രണ്ടും കഴിച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ടത് നന്ദിനിയുടെ മൈസൂർ പാക്കാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഗീ മൈസൂർ പാക്കാണ് ഇത്. ഇങ്ങനെ പൊടിഞ്ഞു പോകും കയ്യിലൊക്കെ ഇട്ടാൽ, വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ. കളറിൻ്റെ ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഗുരു സ്വീറ്റ്സിലെ ഒരു ബ്രൈറ്റ് യെല്ലോ ആണെങ്കിൽ ഇത് നല്ലൊരു ബ്രൗണിഷ് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ട നന്ദിനിയുടെ മൈസൂർ പാക്കാണ്. അപ്പം നിങ്ങൾ ഇത് രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. ബൈ.